മൂകാംബിക ട്രിപ്പിന്റെ ലാസ്റ്റ് പാർട്ടാണ്. ഇങ്ങനെ നമ്മൾ മൂകാംബികയിൽ നിന്ന് 57 കിലോമീറ്ററുകൾ താണ്ടി മുരുടേശ്വരിലെത്തി. മുരുടേശ്വര ക്ഷേത്രത്തിന്റെ ഭംഗി ആസ്വദിച്ച് നമ്മൾ നേരെ രാത്രി ഓടി ആതിരപ്പള്ളിയിലേക്ക്. നേരം പരപരാന്ന് വെള്ളത്തിപ്പോ തകർത്തിട്ട് മഴയത്തുള്ള ക്യാബിൻ റൈഡും ആസ്വദിച്ച് നമ്മൾ നേരെ പോവുകയാണ് ആതിരപ്പള്ളിയിലേക്ക്. ബൈപ്പാസ് ആയതുകൊണ്ട് അശ്വിൻ ഇവിടെ ഇരുന്ന് കത്തിച്ച് വിടുകയാണ്. 80 കട്ടുള്ള വണ്ടി 100 കയറ്റി. നല്ല റോഡിലൂടെ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ കിടന്നൊരു ഉറക്കം കുറഞ്ഞു. ഇന്ന് തുറന്നപ്പോൾ നമ്മൾ ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചെത്തിയിരുന്നു. നമ്മുടെ നാട്ടിൽ തിരിച്ചെത്തിയപ്പോൾ എന്തോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഫീലാണ് മനസ്സിലുണ്ടായത്. ആതിരപ്പള്ളിയിലേക്ക് പോകുന്ന വഴി കാടിന്റെ അന്തരീക്ഷം തോന്നിപ്പിക്കുന്ന സ്ഥലത്തോടുള്ള യാത്ര അത് പൊളി യാത്രയായിരുന്നു. രാവിലെ ഉറക്കഴിച്ചതിന്റെ സന്തോഷത്തിൽ ചേട്ടൻ ഇവിടെ കിടന്ന് പീസ് കാണിക്കുന്നു. ഈ ആസ്വദിച്ച് വന്നപ്പോൾ ദാ കിടക്കുന്ന ബ്ലോക്ക്. എന്റെ പൊന്നി ആതിരപ്പള്ളി എത്താറായെന്നുള്ള സൂചന കിട്ടി. അങ്ങനെ നമ്മൾ ആതിരപ്പള്ളി വ്യൂ പോയിന്റിന്റെ അടുത്ത് എത്തി. അവിടെ എത്തി ആൾക്കാരെ ഇറക്കുകയും ചെയ്തു. അങ്ങനെ നമ്മൾ ആൾക്കാരെ ഇറക്കി നമ്മൾ കുറച്ചേരം ഫ്രണ്ടിലോട്ട് പോയപ്പോൾ ദാ കിടക്കുന്ന നമ്മളെ ചിക്കോസിന്റെ പുത്തൻ വണ്ടി. എന്നിട്ട് നമ്മുടെ ചെറുക്കനെ കൊണ്ട് പാർക്ക് ചെയ്ത് നമ്മൾ പല്ല് തേപ്പും കുളിയും തുടങ്ങി. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പല്ല് തേപ്പ് വലുതായിട്ടും കാക്കക്കുളിയാണ് പതിവ്. അശ്വിന്റെ കാക്കക്കുളി ദാ ഇങ്ങനെ കഴിഞ്ഞു. ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ ചെറുക്കൻ അങ്ങൊക്കെ കിടപ്പുണ്ട്. ഇങ്ങനെ നമ്മളെ കാക്കക്കുളിയും കുറച്ച് ഫുഡ് അടിയും കഴിഞ്ഞപ്പോൾ നമ്മൾ ആൾക്കാർ തിരിച്ചൊന്ന് വണ്ടി കയറി. നമ്മുടെ ആൾക്കാരെയും കൊണ്ട് നമ്മൾ നേരെ തിരുവനന്തപുരം ലക്ഷ്യമാക്കി യാത്ര തുടർന്നു. ന്യൂയോർക്കിനെ അനുസ്മരിപ്പിക്കുന്ന റോഡിൽ കൂടെ തന്നെയാണ് നമ്മൾ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് വരുന്നത്. നല്ല റോഡാണെന്ന് നോക്കണേ. കുളുങ്ങി പോവാൻ പറ്റിയ റോഡ്. ഇത്രയും നല്ല റോഡ് അങ്ങ് ന്യൂയോർക്കിൽ പോലും കാണാൻ പറ്റുള്ളൂ എന്നാണ് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ വളരെ വലിയ സന്തോഷത്തിൽ നമ്മുടെ മൂകാംബിക ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. ഇതുപോലെ കാണാൻ വേണ്ടിയിട്ട് ഫോളോ ചെയ്ത് കൂടെ കൂടണേ.